വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതിമനോഹരമായ കിളിക്കൂട് പോലെ തോന്നിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു എലിവേഷനാണ് കേട്ടോ ഈ ഒരു വീടിന് നൽകിയിട്ടുള്ളത്. നെസ്റ്റിൻ്റെ ആകൃതിയിലാണ് ഈ ഒരു വീടിന് എലിവേഷൻ നൽകിയിരിക്കുന്നത്. 3 വിശാലമായ ബെഡ്റൂംസ്, കിച്ചൺ, ലിവിങ്, ഡൈനിങ്, കോർട്ട്യാർഡ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതിമനോഹരമായ ഒരു ഒറ്റ നില വീടാണിത്. 1200 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ വീട് എവിടെയാണെന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴയിലാണ്. റെജി എൽസി ദമ്പതികളുടേതാണ് ഈ ഒരു വീട്. ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ബി.പീസ് ഡിസൈൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് ബി.പി. സലീമിക്കയുടെ ഫേമായ ബി.പീസ് ഡിസൈൻസ് ആണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. ഇതാണ് കേട്ടോ വീടിൻ്റെ എലിവേഷൻ. ഭംഗിയുള്ളൊരു എലിവേഷനാണ്. വീട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നൊരു ചിത്രമാണ് ഇവിടെ എലിവേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. 30 സെൻറ്റ് പ്ലോട്ടിലാണ് കേട്ടോ ഈ ഒരു വീട് നിൽക്കുന്നത്. ഇതിന് ലാൻഡ്സ്കേപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ലാൻഡ്സ്കേപ്പിംഗ് കൂടെ കഴിയുമ്പോൾ വളരെ മനോഹരമായിരിക്കും ഈ ഒരു വീട് കാണാനായിട്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ ചെറുതെന്ന് തോന്നുമെങ്കിലും ഉള്ളിലേക്ക് കയറുമ്പോൾ ധാരാളം സ്പേസ് ആണ് കേട്ടോ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു രീതിയിൽ നല്ല സ്പേസ് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കുഞ്ഞ് ഓപ്പൺ സിറ്റ് ഔട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് സീറ്റിങ്ങും അതിനോട് ചേർന്ന് ഒരു ഷൂറാക്കം ചെയ്തിട്ടുണ്ട്. ഇവിടെ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഡോർ ആണ്. അപ്പോൾ നമുക്കിനി ഉള്ളിലേക്ക് കയറാം. ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ലിവിങ് ഏരിയ. വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ സീലിംഗ് നോക്കുകയാണെങ്കിൽ ജിപ്സത്തിൽ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. ആ ഒരു ബീഡ്സ് പോലത്തെ ആ ഒരു രീതിയിലാണ് ഇവിടെ മുകളിൽ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു കോർണർ സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നു. നമ്മുടെ ഈ ഒരു കളർ നോക്കുകയാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓഫ് വൈറ്റും വുഡ് കോമ്പിനേഷനും കൂടെ വന്നിരിക്കുന്നു. നല്ലൊരു പ്രെയർ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാർട്ടീഷൻ അപ്പുറത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. നല്ലൊരു TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് WPC യൂസ് ചെയ്തിട്ടാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് സ്പേസ്. ഇവിടെ നല്ലൊരു ഡൈനിങ് ടേബിളും ചെയർസും സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് നേരെ നമ്മൾ പോകുന്ന കോർട്ട്യാർഡ് ഏരിയയിലോട്ടാണ്. ആ ഒരു ഭാഗത്തു നിന്നുള്ള ആ ഒരു ലൈറ്റും ഒരു ഫ്രഷ്നെസ്സും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ടേബിൾ മൾട്ടിവുഡിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ ഗ്ലാസ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു സൈഡിലായിട്ടാണ് വാഷ് കൗണ്ടർ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു വാഷ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഡൈനിങ്ങിൽ നമ്മൾ നേരെ വരുന്നത് ഈ ഒരു കോർട്ട്യാർഡ് സ്പേസിലേക്കാണ്. ഇവിടെ നല്ലൊരു ഊഞ്ഞാല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പടികൾ ഇറങ്ങിയാണ് നമ്മൾ ഈ ഒരു കോർട്ട്യാർഡ് സ്പേസിലേക്ക് വരുന്നത്. ഇതൊരു ഓപ്പൺ കോർട്ട്യാർഡ് അല്ല കേട്ടോ. മുകളിൽ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബ്സിൻ്റെ മുകളിലായിട്ട് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. ഇവിടെ വിശാലമായൊരു സീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലും ചെറിയൊരു സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ. ഈ ഒരു ബെഡ്റൂമിൽ ഒരു ലോങ് വിൻഡോ കൊടുത്തിരിക്കുകയാണ്. അതിലൂടെ നമുക്ക് ഇങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഒരു ലോങ് വിൻഡോ ചെയ്തിരിക്കുന്നു. അതിനകത്തായിട്ട് ഇങ്ങനെ ഗ്രില്ലും വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇത് മാത്രം ഓപ്പൺ ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്തിടാനും പറ്റും. നല്ലൊരു വെട്ടം അപ്പോൾ റൂമിലോട്ടും കിട്ടുന്ന രീതിയിൽ നല്ലൊരു ഗ്യാതറിങ് സ്പേസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ തന്നെയാണ് നമ്മൾ കിച്ചണിലോട്ടും പോകുന്നത്. ഒരു ഓപ്പൺ കിച്ചണാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു
ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല 2 കൗണ്ടർ ചെയർസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല 3 ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു കിച്ചൺ ഫുൾ ഒരു വൈറ്റ് കോമ്പിനേഷൻ, വൈറ്റ് വുഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്നു. ഇവിടെ ഫുൾ മൾട്ടി വുഡിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. കിച്ചൻ്റെ സ്ലാബ് നോക്കുകയാണെങ്കിൽ ഇതൊരു ആർട്ടിഫിഷ്യൽ സ്ലാബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രീൻ കളറിൽ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഇനി ഇവിടെ നല്ലൊരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നു. മൾട്ടിപർപ്പസ് ആയിട്ടുള്ള വാഷ് ബേസിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ എല്ലായിടവും തന്നെ നേരത്തെ കണ്ട പോലെ മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു കിച്ചൻ്റെ സ്ലാബിൻ്റെ കളർ കണ്ടോ, ഒരു ഗ്രീൻ കളറാണ്, ഒരു സ്മോക്കി ഗ്രീൻ. അത് തന്നെയാണ് ഇവിടുത്തെ ഫ്ലോറിന് വേണ്ടിയിട്ടും യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈൽസ് ആണ്, സ്മോക്കി ഗ്രീൻ കളറാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേ കണക്ക് സ്ലാബ് തന്നെയാണ് വാഷ് കൗണ്ടറിലും യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബെഡ്റൂംസിലോട്ട് പോകാം. ഈ ഒരു സൈഡിലായിട്ട് 2 ബെഡ്റൂംസ് വന്നിട്ടുണ്ട്. ഇവിടെ ഡോസ്, ബെഡ്റൂംസിലെല്ലാം ഡോസ് ചെയ്തിരിക്കുന്നത് WPCയിൽ തന്നെയാണ്. ബെഡ്റൂംസ് എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു 2 സൈഡിലായിട്ടും ഇങ്ങനെ സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട്. അതുപോലെ ഇവിടെ വാർഡ്രോബ്സ് വരുന്നു. വാർഡ്രോബ്സും ഒക്കെ തന്നെ WPCയിലാണ് ചെയ്തിരിക്കുന്നത്. 12x12 ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് ഒരു ബാത്റൂം വരുന്നുണ്ട്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. എല്ലാ ബെഡ്റൂംസും 12x12 സൈസിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നേരത്തെ കണ്ട പോലെ വാർഡ്രോബ്സ് വരുന്നുണ്ട്. അതുപോലെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റഡി ടേബിൾ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയും ഒരു ബേ വിൻഡോ നമ്മുടെ മെയിൻ ഒരു അട്രാക്ഷനാണ്. BPS ഡിസൈൻസിൻ്റെ മെയിൻ ഒരു അട്രാക്ഷനാണ്. ബേ വിൻഡോസ് നൽകാറുണ്ട്. എല്ലായിടവും മിക്കയിടവും ബേ വിൻഡോസ് നൽകാറുണ്ട്. അത് വളരെ യൂസ്ഫുള്ളും ആണ്. നല്ലൊരു കുഷ്യനും അവിടെ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ട് നോക്കിക്കേ, ഇവിടെയും ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു വാർഡ്രോബ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു സ്റ്റഡി ഏരിയ ചെയ്തിട്ടുണ്ട്. സ്റ്റഡി ടേബിൾ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു. ആ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ കോർട്ട്യാർഡിലോട്ട് ഇറങ്ങാനുള്ളൊരു സ്പേസാണിത്. ഈ ഒരു ഇൻറ്റീരിയേഴ്സിനെല്ലാം കൂടി ആയിട്ടുള്ള ബഡ്ജറ്റ് എന്ന് പറയുന്നത് 6 lakhs ആണ്. 6 lakhsൻ്റെ ഇൻറ്റീരിയേഴ്സ് ആണ് ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടുള്ളത്. ഇൻക്ലൂഡിങ് കിച്ചൺ എല്ലാമാണ് കേട്ടോ. അപ്പോൾ 6 lakhs ആണ് ഇൻറ്റീരിയേഴ്സിന് മാത്രമായിട്ടുള്ളത്. വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഈവൻ ഈ ഒരു നമ്മുടെ സ്ക്വയർ ഫീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഈ ഒരു കോർട്ട്യാർഡ് ഉൾപ്പെടെ ഈ ഒരു വീടിൻ്റെ ടോട്ടൽ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 40 lakhs ആണ്. അതായത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. അതുകൊണ്ട് ഈ ഒരു വീടിൻ്റെ ഫുൾ കോസ്റ്റ് അറൗണ്ട് 40 lakhs ആണ് ആയിട്ട്. നമ്മുടെ വീടിൻ്റെ ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഇവിടെ ആയിട്ടൊരു കാർ പോർച്ച് വരും കേട്ടോ. ഇനി ഈ ഒരു വോള് കണ്ടോ നിങ്ങൾ? ഈ ഒരു വോള് നമ്മുടെ ആ ഒരു കിച്ചണിലോട്ട് പോകുന്ന, കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗം കവർ ചെയ്തുകൊണ്ട് നല്ലൊരു വോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു 2 കൂര വരുന്നതും നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. ആണ് ഇൻക്ലൂഡിങ് ബെഡ്ഷീറ്റ് ഉൾപ്പെടെയാണ് കേട്ടോ ഈ ഒരു വീട്ടിലെ ഇൻറ്റീരിയേഴ്സ് സലീമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്.
ആ ഒരു നമ്മുടെ വീടിൻ്റെ പെയിൻറ്റും കളറിനൊക്കെ യോജിക്കുന്ന രീതിയിൽ എല്ലാം തന്നെ ഈവൻ ഡെക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈവൻ ഡെക്കോസ് വരെ എല്ലാ ഫർണിച്ചേഴ്സ് ഉൾപ്പെടെയാണ് 6 lakhs ഇൻറ്റീരിയേഴ്സിൽ ഈ ഒരു മനോഹരമായ വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ പറയുക. ഇനി ഈ ഒരു വീടിൻ്റെ ക്ലയൻറ്റിന്, ഈ ഒരു വീടിൻ്റെ ഓണറിന് എന്താ പറയാനുള്ളതെന്നും കൂടെ നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മളോടൊപ്പം എൽസി മാം ഉണ്ട്. മാമിന് എന്തൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ വർക്കിനെ കുറിച്ചും എന്താണ് വീട് ആഗ്രഹിച്ച പോലെയൊക്കെയാണോ, ഇതൊക്കെ നമുക്ക് മാമിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഞങ്ങൾ ഇവിടെ തന്നെ സ്ഥിരമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 15 വർഷങ്ങളിൽ ഞങ്ങൾ തിരുവനന്തപുരത്താണ്. ജോലി സംബന്ധമായിട്ടും മക്കളുടെ പഠിത്തം സംബന്ധിച്ചൊക്കെ ഞങ്ങളങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു വീട് വേണമെന്ന് ആഗ്രഹിച്ചപ്പം ഓൾറെഡി ഇവിടെ ഒരു ചെറിയ വീട് ഉണ്ടായിരുന്നു. അപ്പം ഒരു ചെറിയ വീട് വേണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ നോക്കി. പക്ഷേ ഞങ്ങൾ കൂടുതലും ഇവിടെ തന്നെയാണ്, ബാക്കിയുള്ളവരുടെ എല്ലാ അഭിപ്രായം മാനിച്ച് ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെ കുറേ ആലോചിച്ച് എന്തായാലും ഒരു ചെറിയ വീടായിരിക്കണം, കുറച്ച് വെറൈറ്റി ആയിരിക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബിലായാലും ഒരുപാട് ഞങ്ങൾ ഡിസൈൻസൊക്കെ നോക്കി. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് പത്തനാപുരം പട്ടാഴി പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ ഒരു വീട് കണ്ട് അപ്പം എനിക്ക് കൂടുതൽ ഭംഗിയായിട്ട് തോന്നി. അകത്തൊന്നും കയറി കണ്ടില്ല, കുറച്ച് ഭാഗം കണ്ട്. അപ്പം അതാരാന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പം BP ഡിസൈൻസ് ആണെന്നൊക്കെ അറിഞ്ഞു. പിന്നെ അവരുടെ ചാനലുകൾ കൂടുതൽ കാണാനായിട്ട് തുടങ്ങി. അവരുടെ വർക്കുകളിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ തുടങ്ങി. അവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തപ്പം അവരുടെ ആദ്യം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പഴയ വീട് റിനോവേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പം അവർ വന്ന് കണ്ടിട്ട് നമുക്ക് അതിലും മുടക്കാൻ പോകുന്ന ക്യാഷും ഒരു പുതിയ വീടിനെയും കൂടെ കമ്പയർ ചെയ്തപ്പോൾ എന്തായാലും ഒരു പുതിയ വീടായിരിക്കും നല്ലതെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പിന്നെ സലീമക്കയുടെ ഒരു സ്റ്റാഫ് ഇവിടെ വന്നു സംസാരിച്ചു. പിന്നീട് സലീമക്ക നേരിട്ട് വന്നു. അവരോട് കൂടുതൽ സംസാരിച്ചപ്പോൾ നമുക്ക് ഒത്തിരി കംഫർട്ടായിട്ട് തോന്നി. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഹസ്ബൻഡും മോനും ഒക്കെ പുറത്താണല്ലോ. അപ്പം ഞങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നൊരു കാര്യമില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇതിനകത്തിൽ. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ട്രസ്റ്റ് എന്നുള്ളൊരു കാര്യം വലിയൊരു ഘടകമാണല്ലോ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറേയൊക്കെ സ്റ്റഡി ചെയ്തു. ഞങ്ങളൊരു പെൻഡിങ്ങിൽ ഒരു 2-3-4 മാസത്തോളം ഇതൊരു സ്റ്റഡി ചെയ്തു. പിന്നെ എന്തായാലും ഫൈനൽ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് സലീമക്കെ തന്നെ ഏൽപ്പിച്ചു. എന്തായാലും ഒരു 2023 ജനുവരിയിലാണ് ഇതിന് ബേസ്മെൻറ്റ് ചെയ്യുന്നത്. ഒരു 8 മാസത്തെ പ്രോജക്റ്റായിരുന്നു. 8 മാസം എന്നുള്ളത് ഞങ്ങളുടേതായ ചില കാരണങ്ങൾ കൊണ്ട് 2 മാസം കൂടെ നീട്ടിപ്പോയി. എങ്കിലും 2 മാസം നീട്ടിപ്പോയത് ഞങ്ങൾ കൂടുതൽ എന്തായാലും കുറച്ച് അവർക്കൊരു സമയം കൊടുത്തത് കൊണ്ട് ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു തന്നു. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ റിക്വയർമെൻറ്റ്സും അവർ അംഗീകരിച്ചു എന്നുള്ളതാണ്. നമുക്കൊരു വീട് പണിഞ്ഞു വരുമ്പം ആദ്യം ഒരു സങ്കല്പങ്ങളൊക്കെ കാണും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ വീട് പണി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കെന്ന് വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങും. ഒരുപാട് ഡിസൈൻസ് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഓരോന്ന് കാണുമ്പോഴും മനസ്സിലിങ്ങനെ ആഗ്രഹങ്ങൾ വരും, ഇത് പറഞ്ഞാലോ, ഇത് ചെയ്താലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ബഡ്ജറ്റും നമ്മുടെ നിൽക്കണമല്ലോ. അങ്ങനെ എന്തോ ഇല്ലാലും ഞങ്ങളെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സലീമയ്ക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. എന്നിട്ട് ഓരോ സംഭവം വരുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മുടെ ആ ഒരു കോർട്ട്യാർഡിലോട്ട് ഇറങ്ങുന്നിടത്തൊരു വാളുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഒരിക്കൽ വന്ന് കണ്ടു കഴിഞ്ഞപ്പം അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ കുറച്ച് ഡാർക്കായിട്ട് കിടക്കുന്ന കുട്ടി. അപ്പോൾ ഞാൻ ഇക്കയെ വിളിച്ചിട്ട് പറയണു, കാരണം ഒരു വലിയ വോളാണ്, അത് ഇടിക്കണം, പൊട്ടിക്കണം, അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ എന്തായാലും കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുകയാണ്, പിന്നെ എക്സ്ട്രാ എക്സ്പെൻസ് വരും. ഇതെങ്ങനെയാണ് ഇവർ നമ്മുടെ അടുത്ത് എങ്ങനെ സമ്മതിക്കുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു. സലീമക്കയോട് പറഞ്ഞപ്പോൾ അതിനെന്താ, നിനക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ വോളൊക്കെ മാറ്റി കഴിഞ്ഞിട്ടാണ് കോർട്ട്യാർഡൊക്കെ എന്ന് പറഞ്ഞാൽ അതെ പുറത്ത് നമുക്ക് കാണുമ്പോൾ ഒരു ചെറിയ വീടാണെന്നുണ്ട് തോന്നെങ്കിലും അകത്തോട്ട് കുറച്ച് അതിൻ്റെ ഫീല് കിട്ടുന്നു. സത്യത്തിലൊന്നും ഞങ്ങൾ ഇത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. ഓരോ ഘട്ടങ്ങൾ വരുമ്പോഴും ഇതെങ്ങനെ മാക്സിമം, പിന്നെ ഞാൻ എൻ്റെ ഏത് കാര്യത്തിലും ഒരു 100% ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിലൊരു 70% കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ പാർട്ടീഷൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോഴായാലും ഓരോ വർക്കിലും ഞാൻ മാത്രമല്ല കേട്ടോ, മോളുടെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ അതിലുണ്ട്. പിന്നെ അവർ രണ്ടുപേരും പുറത്ത് നിൽക്കുന്നതുകൊണ്ട് അവരുടെ ഡ്യൂട്ടി ടൈമും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല സജഷൻസ് കിട്ടാറുണ്ട്. എങ്കിൽ കൂടി ഞങ്ങൾ രണ്ടുമാണ് കൂടുതലും ഇതിനകത്തിലൊരു, പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചെയ്യാൻ പാകത്തിന് BP ഡിസൈൻസ് ഞങ്ങളുടെ കൂടെ നിന്നു. അതാണ് ഒരു വലിയ ഘടകം. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ളൊരു കാര്യങ്ങൾ പറയുവാണെങ്കിൽ മെറ്റീരിയൽസ് എല്ലാം ഇപ്പം ഈവൻ വന്നിട്ട് നമ്മുടെ സ്വിച്ച്, പിന്നെ ബോർഡുകൾ, പിന്നെ ഇലക്ട്രിക്കൽ ഐറ്റംസ്, പിന്നെ ബാത്റൂം ഫിറ്റിങ്സ്, ഇതെല്ലാം നമ്മുടെ പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്നതായ എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ ഞങ്ങളും കൂടെ സഹകരിച്ചു, അവരും സഹകരിച്ചു. ഞങ്ങൾ മാത്രമല്ല, അവരും സഹകരിച്ചിട്ട് നന്നായിട്ട് തന്നെ ചെയ്തു തരാൻ പറ്റി. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. 200 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നില വീടെന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ എന്തെങ്കിലുമൊക്കെ ഒരു ഇടുക്കം
അതെ. അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. 3 ബെഡ്റൂം വളരെ വിശാലമായ അതെ. കിച്ചൺ ആയാലും ലിവിംഗ് ആയാലും ഇങ്ങനെ തന്നെ ഈ ഒരു ഒറ്റ ഇതിൽ വരുന്നോണ്ട് തന്നെ നല്ല. അല്ല, ഇതിനകത്തിലൊരു വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാലേ, നമ്മളിപ്പോൾ ഒരു വലിയ വീട് വെച്ചിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങാത്തതുകൊണ്ടാണ് നമ്മുടെ വലിയ വീട്ടിലോട്ട് പോകാഞ്ഞത്, അത് വേറൊരു കാര്യം. പക്ഷേ എങ്കിലും ഒരു വലിയ വീട് വെച്ചിട്ട് പലരും പല മുറിയിൽ യാതൊരു കോണ്ടാക്ട്സും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ ഇവിടെ ഇപ്പോൾ എങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാം. ഒറ്റയാടിൻ്റെ ഒരു ഐഡിയ എനിക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വെച്ച് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ, ഹോളിനൊന്നും ഇത്രയും സ്പേസ് ഒന്നും പ്രതീക്ഷിച്ചില്ല. അപ്പം ഞങ്ങളെന്ന് വെച്ചാൽ ഫാമിലി കുറച്ച് മെമ്പേഴ്സ് കൂടുതലുള്ള ആൾക്കാരാണ്, ഫാമിലിയിൽ ഏറ്റവും ഇളയ ആളും കൂടിയാണ്. അപ്പോൾ ഫംഗ്ഷൻസൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഏരിയ ആയിരിക്കുമല്ലോ, പ്രത്യേകിച്ച് പ്രയറൊക്കെ വരാറുണ്ട്. അപ്പോൾ ചെറിയൊരു ഏരിയ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കോർട്ട്യാർഡിന് വന്നേ. കോർട്ട്യാർഡിന് വന്നിട്ട് ആ 2 സ്പേസ് നമ്മുടെ സിറ്റിംഗ് ഏരിയ കൊടുത്തതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം അതാണ്, കുറേ പേർക്ക് ഒന്നിച്ചിരിക്കാം. അതെ, അങ്ങനെയൊക്കെയുള്ളൊരു സങ്കല്പത്തിലാണ് ആ ഒരു കോർട്ട്യാർഡിൻ്റെ ഒരു സെറ്റിങ്സ് വന്നത്. കണ്ടൊരു കാഴ്ചക്കാരി എന്ന നിലയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ നിങ്ങൾ കമന്റ്സിലൂടെ പറയുക അല്ലേ? തീർച്ചയായിട്ടും. BPS ഡിസൈൻസിൻ്റെ കോൺടാക്റ്റും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.